ഗായ്സ് നമ്മൾ ഓച്ചറമ്പലത്തോട് പോകാൻ വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ ബസ് കാത്ത്. അപ്പോൾ 3 പേരോട് വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ പോലീസ് പൊക്കും. അതുകൊണ്ട് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് പിടിച്ച് നേരെ ഞങ്ങൾ ഓച്ചറ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൃശ്ചികം 3-ാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ദിവസം വന്നൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം വലിയ തിരക്കും കച്ചവടക്കാരൊന്നും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് വന്നപ്പോൾ നല്ല തിരക്ക് നിന്നിരുന്ന സ്ഥലവും അതുപോലെ കച്ചവടക്കാരുടെ തിരക്ക് ഫുള്ളും. അപ്പം നമ്മൾ വന്ന ദിവസം നല്ല തിരക്കുണ്ട്. അതുപോലെ ഈ ബന്ദിപ്പൂവിനൊരു കഥയുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ ഒരാളെങ്കിലും ഒരു ബന്ദിപ്പൂ ഓച്ചറ പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 100 പേര് അടിയിടും. ഒരു പൂ തലയിൽ വെക്കാൻ വേണ്ടി. അന്നൊക്കെ ഇതിന് വന്ന അടിയിട്ട ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അത് ഓർമ്മ വരുന്നത്. അതേപോലെ തന്നെ പണ്ടത്തെ ഐറ്റം കുറേ മുട്ടായീസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പുളിമുട്ടായി, അതുപോലെ കപ്പലണ്ടി മുട്ടായി, ചക്കേരി മുട്ടായി, പിന്നെ അതേപോലെ തന്നെ അപ്പൂപ്പൻ താടി മുട്ടായി ഉണ്ടല്ലോ അത്, പിന്നെ ജീരക മുട്ടായി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 45 രൂപ എങ്ങാണ്ടാ വില ഒരു പാക്കറ്റിന്. പിന്നെ ഓച്ചറ വന്നാൽ കാണാൻ കാഴ്ചകൾ കണ്ടാലും കണ്ടാലും മതി വരില്ല. അതിലൊരു കൈനോട്ടക്കാരൻ ഒരു തത്തയും കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾ നോക്കിക്കൊണ്ട് നിന്ന സമയത്ത് ഭയങ്കര സൗണ്ട് മേളിൽ. അങ്ങനെ മേളിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ അവിടെ ഒരു പനയുണ്ട്. പനയുടെ അടുത്ത് നിറച്ചും തത്തമ്മ കേട്ടോ. പിന്നെ നേരെ നമ്മൾ വന്ന ബജ്ജിക്കടയിലോട്ട് കേട്ടോ. ഇവിടുന്ന് ബജ്ജി കഴിക്കാതെ ഇവിടുന്ന് ഇറങ്ങത്തില്ല. ഓച്ചറ വന്നാൽ മസ്റ്റായിട്ടും ബജ്ജി കഴിക്കണം. നല്ല ടേസ്റ്റ് ഇവിടുത്തെ ബജ്ജിക്ക്. അപ്പം നമ്മൾ മുളകിൻ്റെ ബജ്ജിയും അതേപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ ബജ്ജിയും മേടിച്ചു തന്നു. ഇപ്പോൾ ഇത് അപ്പൂപ്പൻ താടി എന്ന് പറയത്തില്ലേ, ഞാൻ പറയത്തില്ലേ ബോംബെ പൂട. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും കണ്ട് നേരെ വന്നത് നമ്മുടെ ഈ സർക്കസിൻ്റെ ഒക്കെ അടുത്തോട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഓച്ചറ പോകാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് നിന്ന് കാല് പിടിച്ചിട്ടുള്ള കാലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം വളർന്നുകൊണ്ട് നമുക്ക് ഓച്ചറ എപ്പോഴും വരാമല്ലോ, അതുകൊണ്ട് പേടിക്കണ്ടല്ലോ. പണ്ടൊക്കെയാണെങ്കിൽ കുഞ്ഞുരുത്ത് കുറേ കരഞ്ഞിട്ടുണ്ട് കേട്ടോ ഓച്ചറ വരാനും. ഓച്ചറ വൃശ്ചികം തുടങ്ങുമ്പോൾ തന്നെ കിടന്ന് അടിയിടും വീട്ടിൽ. അപ്പോൾ ആ കാലമൊക്കെ ഓർമ്മ വരുന്നത്. അങ്ങനെ നമ്മൾ ആ കാഴ്ചയും കണ്ട ഒരു 9:15 ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് പിന്നെ ബസ് കിട്ടണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോകട്ടോ. അടുത്തൊരു ദിവസത്തെ അടുത്ത ഓച്ചറിലെ വീഡിയോ ആയിട്ട് വരാവേ.